കണ്ടില്ലേ വ്യത്യാസം? നമുക്ക് രണ്ടാം പ്രാവശ്യമൊക്കെ 2-3 പ്രാവശ്യം ഇനിയും നമുക്കിതിൽ വറുത്ത് കോരിയെടുക്കാൻ പറ്റും. ഹായ്, പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണത് എണ്ണ ഫിൽട്ടർ ചെയ്തെടുക്കുന്നതാണ്. എണ്ണ ഫിൽട്ടർ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അതായത് നമുക്കൊരു ഫങ്ഷൻ വീട്ടിലായിക്കോട്ടെ, ഒരു ചിക്കൻ വറുത്തോട്ടെ, മീൻ വറുത്തോട്ടെ. മീൻ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചീൻചട്ടിയിലൊക്കെ എണ്ണ ഒഴിച്ച് പൊരിച്ച് കോരുന്നതുണ്ട്. മീൻ പറയണത് നമ്മൾ അങ്ങനെ ഫ്രൈ ചെയ്യണതല്ല, പൊരിച്ച് കോരുന്നതുണ്ട്. അപ്പോൾ ഞാൻ അതിനെയൊക്കെ നമ്മളിപ്പോൾ ആ എണ്ണയൊക്കെ എന്ത് ചെയ്യും, നമ്മളൊന്നില്ലെങ്കിൽ അതിനെ കളയും, ഇല്ലെങ്കിലോ ഒരിക്കൽ കൂടി വറുക്കും. ഇത്രയും മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാ വീട്ടിലും ഈ എണ്ണയ്ക്കാണ് ഒരു പ്രശ്നം വരുന്നത്. നമുക്ക് ഒഴിച്ച് കളയാനൊക്കെ ഭയങ്കര സങ്കടം, എണ്ണൻ്റെ വില ഇതൊക്കെ കൂടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവിടെയും മേടിക്കാൻ കിട്ടുന്ന സാധനം വെച്ചിട്ടാണ് ഞാൻ അതെങ്ങനെയാണ് ഫിൽട്ടർ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യാൻ പോണത് നോക്കിക്കോളൂ. ആദ്യം ഞാൻ ചിക്കനാണ് പൊരിച്ചെടുക്കുന്നത്. ആ എണ്ണയാണ് ഞാൻ എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്തെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നോക്കിക്കോളൂ. ഫസ്റ്റ് നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. ചിക്കനൊക്കെ എടുത്ത് ഞാൻ നല്ല മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ കഴിയിട്ട് അത് നല്ല മസാല പിടിച്ച് വരട്ടെ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫിൽട്ടർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾക്കിതിൽ എണ്ണ ഫിൽട്ടർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3 സാധനങ്ങളെ വേണ്ടുള്ളൂ. ഇപ്പം ഞാൻ കാണിക്കുന്നതിൽ 4 ഇഞ്ച് പൈപ്പ് എടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ. അടുത്തതായിട്ട് നമുക്കിതിൽ വേണ്ടത് 2-4 റെഡ്യൂസറാണ് നമ്മൾക്ക് വേണ്ടത്, നോക്കിക്കോളൂ നന്നായിട്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്, എല്ലാ വീട്ടുകളിലും ഫിൽറ്റർ ഉണ്ടാവും. ആ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ ഇറക്കുന്ന സാധനമാണ് ഇത്, നോക്കിക്കോളൂ. എല്ലാ കടകളിലും കിട്ടും. ഫിൽറ്റർ വാങ്ങിക്കുന്ന കടകളിലും ഇപ്പം നമ്മുടെ ഫിൽറ്റർ കേട് വന്നാൽ കൂടെ അവർ കൊണ്ടുവരുന്നത് ഇത് ഇറക്കി വയ്ക്കാൻ നമുക്ക് ഫസ്റ്റ് പറയാം. കടയിലൊക്കെ കിട്ടുന്നതാണ് 100 രൂപയേ ഉള്ളൂ. ഇതിങ്ങനെ 3 സാധനങ്ങളാണ് നമുക്ക് ആവശ്യം, നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാൻ എങ്ങനെ ഫിൽറ്റർ ഫിറ്റ് ചെയ്യണത് കാണിച്ചു തരാം. ഈ പൈപ്പ് നമുക്ക് ഇത്ര വേണ്ട, അത് കട്ട് ചെയ്യണം. ഞാൻ കട്ട് ചെയ്യണത് എങ്ങനെയാണ് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുക. എങ്ങനെയാണ് നോക്കിക്കോളൂ. ഇത് പുതിയതാണ്, അത് പൊട്ടിച്ചതാണ്, നോക്കിക്കോളൂ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ ഇറക്കി കൊടുക്കണം. ഇത് നന്നായി പ്രസ് ചെയ്യണം. ഈ അറ്റം വരയ്ക്കാൻ വരേണ്ടത്. കുറച്ച് ഇവിടെ നിന്ന് നമ്മളിങ്ങനെ കറക്റ്റാക്കണം, നോക്കിക്കോളൂ. ഇത് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. ഇത് സെറ്റായി. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ അളവൊന്ന് മുറിക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾക്കിപ്പോൾ ഇതെങ്ങനെ വെച്ചിട്ട് ഇത് ഇത്ര നീട്ടം വേണ്ട, കുറച്ച് നമുക്ക് മുറിക്കണം. ഞാനപ്പോൾ അത് മുറിക്കുന്ന അളവ് എങ്ങനെയാണ് കാണിച്ചു തരാം. ഫസ്റ്റ് വേണ്ടത് നമ്മൾക്കിതിന് ഞാൻ ഒപ്പം വെച്ചിട്ടുണ്ട്, നോക്കിക്കോളൂ. ഇങ്ങനെ വെച്ചതിൻ്റെ ശേഷം ഇങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടില്ലേ, ഇതിൻ്റെ അപ്പോൾ 1 ഇഞ്ച്, അതായത് നമ്മുടെ ഒരു കൈ ഇഞ്ച് മെല്ലെ അങ്ങോട്ട് താത്തി കൊടുക്കണം. അതാണ് 1 ഇഞ്ച് ആയില്ലേ, ഇത് അവിടെ നമുക്ക് കുറച്ച് മുകളിലേക്ക് വേണം 1 ഇഞ്ച്, നോക്കിക്കോളൂ. എന്നിട്ട് ഇങ്ങനെ ഒപ്പം വെച്ചിട്ട് ഇതിനാണ് കട്ട് ചെയ്യേണ്ടത്. ഈ സാധനത്തിന് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഇത് വരണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് താത്തിയിട്ടാണ് ഞാൻ മാർക്ക് ചെയ്യണത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതിനെ ഒന്ന് മുറിച്ചെടുക്കുക, റൗണ്ടിൽ മുറിച്ചെടുക്കുക. മുറിച്ചെടുക്കുന്നത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലെങ്കിൽ നമ്മൾക്ക് വേറെ കടയിലാണെങ്കിൽ ഇത് മുറിച്ച് തരും, കൊടുത്താൽ മതി. നോക്കിക്കോളൂ. ഈ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ മുറിക്കുക. ഏകദേശം കട്ട് ചെയ്ത് കഴിയാനായിട്ടുണ്ട്, നോക്കിക്കോളൂ. പക്ഷെ ഒത്തിരി ബുദ്ധിമുട്ടാണ്, എന്നാലും കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഇത്തിരി പരപരാന്നുണ്ട്. ഇതിന് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതാ 100-ൻ്റെ എമിനി പേപ്പർ വെച്ചിട്ട് നമുക്കൊന്ന് സൈഡൊക്കെ ഒന്ന് കറക്റ്റാക്കാം. അതെങ്ങനെയാണ് നോക്കിക്കോളൂ. വെറുതെ ഒന്ന് ഇതിങ്ങനെ മടക്കിയിട്ട് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഇതാ ഒന്ന് ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് ഒന്ന് ഇങ്ങനെ ഇട്ടിട്ട് നമുക്കിതാ നമുക്കിതിനെ ഒന്ന് വൃത്തിയായിട്ട് ഒന്ന് കഴുകിയിട്ട് വരാം. നന്നായി ഒന്ന് കഴുകിയെടുക്കാം. ഉള്ളിൽ നന്നായി കഴുകണം. അപ്പം പൈപ്പൊക്കെ നമ്മുടെ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി തുടച്ചും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഞാൻ പറഞ്ഞതിന് ഒരു പ്രത്യേക കാര്യങ്ങൾ. ഇതിങ്ങനെ പുറത്തേക്കും തള്ളാൻ പാടില്ല, ഇതിന് സമമായിരിക്കണം, നോക്കിക്കോളൂ. ഈ ഫിൽറ്റർ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, ഇത് കറക്റ്റായിരിക്കണം, അതാണ് മെയിനായി നോക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് ഇതിലിത്തിരി സോൾവെൻറ്റ് തേച്ച് കൊടുക്കുക. എങ്ങനെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് നോക്കിക്കോളൂ, എല്ലാവരുടെയും മേടിക്കാൻ കിട്ടുന്നതാണ്, എല്ലാവർക്കും അറിയുന്ന സാധനമാണ്. നമുക്ക് മെല്ലെ തേച്ച് കൊടുക്കുക. ഈ സോൾവെൻ്റ് എന്തിനാ തേക്കുന്നത് വെച്ചാൽ എണ്ണ നമുക്ക് ലീക്ക് വരും, എണ്ണയല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തേച്ച് കൊടുക്കുന്നത്. നന്നായി ശ്രദ്ധിച്ചോളൂ. ഇത്രയ്ക്കേ നമുക്ക് തേക്കേണ്ടത്. റൗണ്ടിൽ തേക്കണം, കയ്യിലാവാതെ ഇരിക്കണം. ഇത്
ഇതിൻ്റെ കറക്റ്റ് ലെവലിലായിരിക്കണം തേക്കേണ്ടത്. കൂടാനും പാടില്ല, ഇതാകാനും പാടില്ല. അങ്ങനെ നമുക്ക് മതി. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇറക്കി വെച്ച് കൊടുക്കുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. മെല്ലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുക. മെല്ലെ ഇറക്കി കറക്റ്റിൽ വയ്ക്കുക. ഇപ്പം കണ്ടില്ലേ, ഇതാ കറക്റ്റ്. നമുക്കിങ്ങനെ ഇത്തിരി നന്നായി ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കണം. നോക്കിക്കോളൂ, ഫിൽറ്ററായി. കണ്ടില്ലേ? അങ്ങനെ നമ്മുടെ ഫിൽറ്ററൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു. ഇതാണ്ട സോൾവെൻറ്റ് തേച്ച് കഴിഞ്ഞാൽ അതൊന്ന് വെടിക്കട്ടെ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കുക. ചിക്കൻ പൊരിക്കണമെന്നൊന്നും ഞാൻ കാണിക്കില്ല. ആ എണ്ണയൊന്ന് മാറ്റം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ക്ലിയർ വരുത്തുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ നേരിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ആ ചിക്കൻ വറുക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ ഒരു ട്രിപ്പ് ഇട്ടത് എനിക്ക് വാരാനായി. ഇത് നോക്കിക്കോളൂ, എണ്ണയും കളറ് മാറിയിട്ടുണ്ട്. നോക്കിക്കോളൂ, നമ്മുടെ ഈ ഇത് കണ്ടില്ല, എണ്ണ കളർ മാറിയിരിക്കുന്നത് ഇങ്ങനെ മാറിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് വാരിയെടുക്കാം. ഈ എണ്ണയിൽ തന്നെ ഒരു പ്രാവശ്യം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി മൊരിയിട്ടെ, അത് വരയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. അടുത്തതും കൂടെ ആയിട്ടുണ്ട്, നമുക്കിതും കൂടെ വാരിയെടുക്കാം. ഇപ്പോൾ തന്നെ എണ്ണ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഈ എണ്ണനെ ഇതാണ്ടല്ലോ, എണ്ണ ഭയങ്കര കളർ മാറിയിരിക്കണം. ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഈ എണ്ണ നല്ലോണം ഒന്ന് ചൂടാറട്ടെ, അത് വരയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ എണ്ണയൊക്കെ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതെങ്ങനെയാണ് കാണിച്ചു തരാം. ഓരോ കയ്യിലായിട്ട് അപ്പം ഞാൻ ഒഴിക്കണത്. എത്രയും കളറാണ് ഇരിക്കുന്നത്, ഇതിനെയാണ് ഞാൻ ഫിൽറ്റർ ചെയ്യണമെന്ന് പറയണത്. ഞാൻ ഇപ്പോൾ ഒരു ഗ്ലാസ്സിലേക്കും കൂടെ ഒഴിക്കുന്നുണ്ട്, നോക്കിക്കോളൂ. ഇനി ഇതെന്താണ് ഇങ്ങനെ കാണിച്ചു തരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു 2-3 പ്രാവശ്യം പരീക്ഷിച്ചതാണ്. അതാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്നത് ക്ലിയർ ആക്കി എടുക്കണമല്ലോ, എണ്ണ വെറുതെ വേസ്റ്റാക്കി കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തിനാണ് നമ്മൾ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഫിൽറ്റർ, അതായത് ഇത് മേടിക്കാനൊന്നും ഈ ഫിൽറ്റർ കിട്ടില്ല നിങ്ങൾക്ക്. ഇത് നമ്മളുടെ ഒരു ഊഹത്തിൽ നമ്മൾ തയ്യാറിച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ ഫിൽറ്ററിൽ ഇങ്ങനെയൊക്കെ കാണിച്ചപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു എണ്ണ ചെയ്യാലോ എന്ന് ഇങ്ങനെ ഒരു ഫിൽറ്റർ എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട്, അതായത് എനിക്ക് ഒറ്റയ്ക്കും ചെയ്യാൻ പറ്റിയതല്ല, കൂടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്, അവരും കൂടി ചേർന്നിട്ട് ഞാനും കൂടെ സഹായിച്ചിട്ടാണ് ഞാനിതിങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ കാണിക്കുന്നത്. ഇത് പരീക്ഷിച്ച് വിജയിച്ച കാരണമാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും എണ്ണ വാങ്ങിക്കലൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. എല്ലാ വീട്ടിലും എല്ലാ കാര്യങ്ങളല്ല പറഞ്ഞാൽ, ചില വീട്ടുകളിലെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ കാണിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താ വേണ്ടത്, ഫിൽറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നല്ലൊരു ബോട്ടിൽ എടുക്കുക. നമുക്ക് ഇതേപോലത്തെ ബോട്ടിൽ നിറയെ മേടിക്കാൻ കിട്ടുന്നതാണല്ലോ. അതേപോലത്തെ ഒരു ബോട്ടിലെടുത്ത് നമ്മൾക്കിപ്പോൾ ഈ ഫിൽറ്ററിനെ എന്ത് കാട്ടണം, അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുത്തതിൻ്റെ ശേഷം ഒരു അതായത് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയും കൊണ്ട് വേഗം ഒഴിക്കരുത്. നമുക്കിതൊരു ഫാനിൽ വെച്ച് കൊടുക്കുക. അതിൽ കൂടെ സൈഡിലാണ് വെക്കുന്നത്, നോക്കിക്കോളൂ. സൈഡിൽ വെച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കണത്, നേരിട്ട് ഒഴിക്കരുത്, സൈഡിൽ കൂടെ. നമുക്കിതിൽ കൂടെ ഒറ്റി 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 വരുന്നതായിരിക്കും. കുറച്ച് നേരം കഴിയട്ടെ, അപ്പോൾ ഒറ്റണത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇതേപോലെ ഒരു ഫിൽറ്ററാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഒരു 5 ലിറ്റർ വരെ നമ്മൾക്കിതിൽ ശുദ്ധീകരിച്ചെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്കിത് കളയണം. ഇത് 100 രൂപയേ ഉള്ളൂ, എല്ലാ കടയിലും കിട്ടും. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് എന്താ വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിൽറ്ററായി വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷേ പെട്ടെന്ന് ഒഴിച്ചതും വേഗം വരില്ല, മെല്ലെ മെല്ലെ ഓരോ ട്രിപ്പായി ഒറ്റി ഒറ്റി നമ്മുടെ ഫിൽറ്ററിൽ എങ്ങനെയാണ് വരുന്നത് അതേപോലെ വരുള്ളൂ. നമ്മൾക്കിതിന്ന് ഒറ്റി ഒറ്റി വരുന്ന ആ എണ്ണയുണ്ടല്ലോ, അതും ഞാനിപ്പോൾ അതായത് നമ്മൾ വറുത്ത എണ്ണ എങ്ങനെയാണ് ക്ലിയർ എന്നും കൂടി 2 എണ്ണയും ഞങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ. ഇതപ്പോൾ നമ്മൾക്ക് ഒറ്റി ഒറ്റി വന്നിട്ടുണ്ട്. ഇത് മുഴുവൻ ഞാൻ ഒഴിച്ച് അത്രയും ഇതിൽ കഴിയട്ടെ, എന്നിട്ട് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം.
മെല്ലെ മെല്ലെ ഒറ്റി വരുള്ളൂ. ഇതാ ഇങ്ങനെയാണ് വരിക. ഇങ്ങനെയാണ് ഒറ്റി മെല്ലെ മെല്ലെ ഒറ്റിയിട്ടേ വരുള്ളൂ നമുക്ക്. ഇപ്പം ചെറുതായിട്ട് ഒറ്റുണ്ട്, നന്നായി നോക്കിക്കോളൂ. ഇതാണ്ടല്ലേ മെല്ലെ ഒറ്റി വരുവുള്ളൂ. ഇതാ തിരീശ ക്ലിയറായിട്ട് മെല്ലെ. ഇത്രയും കളറുള്ളതല്ലേ, അപ്പോൾ ഇങ്ങനെ മെല്ലെ ഒറ്റിയിട്ട് ഇങ്ങനെ വരും. ഇതാ കണ്ടില്ലേ, ഈ എണ്ണയും ഇതും കൂടെ ക്ലിയറുകൾ വരുന്ന കണ്ടില്ലേ. നോക്കിക്കോളൂ, നന്നായി നോക്കിയാൽ കാണാം. മെല്ലെ ഒറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഈ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂറെങ്കിലും കഴിയണം ക്ലിയറായിട്ട്. നമ്മൾക്ക് ഓരോ തുള്ളി ചിലപ്പോൾ ഇത്തിരി സ്പീഡിൽ വരും, കുറച്ച് നേരം കഴിഞ്ഞാൽ ഒറ്റി വരും. അങ്ങനെയായിട്ട് നമുക്ക് എന്തായാലും ഒരു 2-3 മണിക്കൂർ വരും. നമ്മൾക്ക് കുറച്ചൊരു അര ഗ്ലാസ് ഇങ്ങനെ ആവണമെങ്കിൽ. ഒരു ദിവസം ഫുള്ളായി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒഴിച്ച എണ്ണൻ്റെ പാതി ഇവിടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാനിതിൽ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. ഇപ്പോഴും ഒറ്റിക്കൊണ്ടിരിക്കേണ്ട ഏകദേശം നോക്കിക്കോളൂ. ഞാൻ ഇതിനെ ഒരു ഗ്ലാസ്സിലാക്കി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മുടെ ഫിൽറ്റർ ഒന്ന് നമുക്ക് മെല്ലെ ഒന്ന് മാറ്റാം. ഒറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്നാലും സാരമില്ല. ഈ എണ്ണയും കൂടിയിട്ട് നോക്കിക്കോളൂ. ഇത്തിരി കളർ ഉണ്ടാവും എങ്കിൽ പോലും ഇതാ നോക്കിക്കോളൂ. കണ്ടില്ലേ വ്യത്യാസം? നമുക്ക് രണ്ടാം പ്രാവശ്യമൊക്കെ 2-3 പ്രാവശ്യം ഇനിയും നമുക്കിതിൽ വറുത്ത് കോരിയെടുക്കാൻ പറ്റും. അതാണ് ഞാൻ കാണിച്ചു തന്നത്. ഇങ്ങനെ നമ്മൾ ചിക്കനും ഇതൊക്കെ വറുത്ത് കഴിഞ്ഞ് മീനും ഒക്കെ വറുത്ത് കഴിഞ്ഞ് നമുക്ക് എണ്ണ വെറുതെ വേസ്റ്റാക്കി കളയണ്ട. ഞാനിപ്പോൾ ഈ ചെയ്യണ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ദിവസം, അതായത് ഇനിയിപ്പോൾ നമ്മൾക്കിതിലിപ്പോൾ 2 പ്രാവശ്യമോ ഇങ്ങനെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. വെറുതെ നമ്മൾ കളയണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി ചെയ്യുന്നും വിചാരിക്കണം. അപ്പോൾ എല്ലാവർക്കും ബായ്.